വേദിയെ കണ്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ മുന്നിൽ അവനെ കൊല്ലാൻ കണക്കിന് നിൽക്കുന്ന കാശിയും കൂട്ടുകാരും. ഒരു വേള അവനിൽ ഭയം നിറഞ്ഞു. അവൻ തിരിഞ്ഞോടി രക്ഷപ്പെട്ടു പോകാനും കാശി പാഞ്ഞു ചെന്ന് അവന്റെ പിന്നിലൂടെ കഴുത്തിനെ പിടിച്ച് ആ ചുമരോട് ചേർത്ത് ആഞ്ഞിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ അവൻ നിലത്ത് വീണു പോയിരുന്നു. കാശി പറഞ്ഞു ചെന്ന് നിലത്തിൽ നിന്നും അവനെ ചുരുട്ടിയെടുത്ത് ചുവരോട് ചേർത്തു. അവന്റെ മുഖത്തിന് നേരെ പഞ്ച് ചെയ്യാനും സ്റ്റീഫൻ അലറിക്കൊണ്ട് പറഞ്ഞു, കാശി എന്നൊന്നും ചെയ്യില്ലേ പ്ലീസ്. എങ്കിൽ പറ, എന്റെ മോളെവിടെ? നീക്ക് കൂടെ എന്താ ചെയ്ത എന്റെ മോളെ? കാശി, നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാ ഞങ്ങൾ വണ്ടി അതിൽ നേരെ കൊണ്ടുപോയത്. എന്നാൽ എവിടെ നിന്നൊരു പെണ്ണ് വന്നതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. സത്യത്തിൽ നിന്റെ മോളെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, കള്ളം പറയുന്നൂടാ. അത്രയും പറഞ്ഞ് അവന്റെ മുഖത്ത് പഞ്ചു ചെയ്തു 2-3 തവണ. കാശി, ഞാൻ സത്യം പറഞ്ഞ് ആ പെണ്ണാരാന്നറിയില്ല, ഇടയ്ക്ക് കയറി വന്നു. അവളാ നിന്റെ മോളെ കൊണ്ടുപോയത്. ആള് കൂടുന്ന കണ്ടതും ഞങ്ങൾ പോന്നു. അവൻ മുഖത്തുനിന്ന് വമിക്കുന്ന ചോര പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീയൊക്കെ പറയുന്നത് വെള്ളം തൊടാതെ കാശി വിശ്വസിക്കൊന്നും കരുതണ്ട. നീയൊക്കെ പറയുന്ന കള്ളാണെങ്കിൽ നീ കാരണം എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാം പിന്നെ ഭൂമിയിൽ നീയും ഏന്മാരും ഇവളും നിന്നെ ഇതിനു വേണ്ടി അയച്ചവരും ഉണ്ടാവില്ല. ഓർത്തോ, ഇത് കാശിയാ പറയുന്നത്. അലൻ, ഇവരെ പുറലോകം കാണിക്കാതെ വിധം നമ്മുടെ ആൾക്കാരുള്ള താവളത്തിൽ ഇട്ടേക്കും. ഒപ്പം ഇവളെയും. ഞാൻ പറയാതൊന്നും പുറലോകം കാണാൻ പാടില്ല. ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിയെ നോക്കി അവൾക്ക് അടുത്തിരിക്കുമായിരുന്നു പാറു. ആ സമയം അവൾക്കടുത്ത് പ്രണവ് വന്നിരുന്നു. ചേച്ചി. അവൾ അവനെ നോക്കി ചുണ്ടിന് മീതെ കാര്യങ്ങൾ വെച്ച് മിണ്ടില്ലെന്ന് പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ ബാൽക്കണി സൈഡിൽ നടന്നു. കുഞ്ഞിയെ നന്നായി പുതിപ്പിച്ചുകൊണ്ട് അവൾ ബെഡിൽ നിന്ന് താഴെ വീഴാതെ രീതിയിൽ ഒരു പില്ലെ കുറുകെ വെച്ച ശേഷം അവൾ മെല്ലെ പ്രണവ് നിന്റെ അടുത്ത് പോയി. എന്താടാ, എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചിയോട്? ചേച്ചി, ആ മോള് സംസാരിക്കില്ലേ? അവൾ ആ കുഞ്ഞു ഹൃദയം ആരെയോ പ്രതീക്ഷിക്കുന്ന പോലെ. അവളുടെ ആ കുഞ്ഞു കണ്ണുകളും ആ വിതുമ്പലുകളും മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അവൾക്കെന്തോ പറയാനുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നിനക്ക് തോന്നുന്നത് അതൊക്കെ. അവളെ സ്നേഹിക്കാനോ അവൾക്ക് വേണ്ടി കരയാനോ ഈ ലോകത്ത് ആരുമില്ല. പിന്നെ അവൾക്ക് സംസാരിക്കാനാവില്ലെന്നാണെങ്കിൽ എനിക്കതൊരു കുറവുമില്ല. അവളെ കിട്ടിയ അന്നു മുതൽ ഞാൻ അവളുടെ അമ്മയാണ്, അവളെന്റെ മോളും. അങ്ങനെ കാണാനും ചിന്തിക്കാനും എനിക്കിഷ്ടം. ഈ ലോകത്ത് ഇപ്പോൾ അവളുടെ അവകാശമുള്ളത് എനിക്ക് മാത്രമാണ്. കാരണം അവളെ സ്നേഹിക്കാനും ഓർക്കാനും ഞാനേ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. എന്നാൽ ഈ സമയം കുഞ്ഞിയെ തേടി അവൻ കാശി അലയുകയായിരുന്നു. അവന്റെ കണ്ണുകൾ തന്റെ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടി നിറഞ്ഞൊഴുകി. അകത്തേക്ക് കയറി വന്ന ജനയെ നോക്കി സരോജിനി ചോദിച്ചു, ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് ചർച്ചിൽ പോയിട്ട് വരുന്ന വഴി പാറുവിനെയും പുതിയ കുഞ്ഞതിനെയും ഒന്ന് കാണാമല്ലോ എന്ന് കരുതി അതിനവരൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അല്ല, പാറു ഇവിടെ ഇല്ലേ? പാറു ആ കുഞ്ഞിനെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയതാ. രാവിലെ തൊട്ട് നല്ല കരച്ചിലായിരുന്നു. അതിനൊന്ന് ഇണക്കിയെടുക്കാൻ പാടത്തും തൊടിയിലും ഒക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയതാ. എന്തായാലും ഞാൻ ഒന്ന് നോക്കി വരാം അവളെ. അത്രയും പറഞ്ഞ് അവളുടെ കുടയും ഫോണും അവിടെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സരോജിനി അവളെ ഒന്ന് നോക്കിയ ശേഷം അകത്തേക്ക് പോയി. കാശിയുടെ അടുത്ത് നിന്ന് കുഞ്ഞ് ആദ്യമാണ് മാറിയുന്നത്, അതും അവളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട്. എന്നാൽ തന്നെയും കുഞ്ഞിയുടെ സൗണ്ട് അവനോ അവന്റെ സൗണ്ട് കുഞ്ഞിക്കോ ഓരോ ദിവസം കേൾക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇന്നേക്ക് 3-ാം ദിവസം പിന്നിടുന്നു. തന്റെ അച്ഛന്റെ സൗണ്ട് കേട്ടിട്ട് അവൾക്ക് തന്റെ അച്ഛനെ കാണണമെന്ന് ഉച്ചത്തിൽ പറയണമെന്നുണ്ട്. പക്ഷെ അതിന് കഴിയാത്ത അവസ്ഥ. ഉച്ചത്തിൽ കരയാനാകാതെ ആ കുഞ്ഞിപ്പെണ്ണ് മറ്റൊന്നിനും കഴിഞ്ഞിരുന്നില്ല. കാശിയുടെ ഓർമ്മയിൽ രാവിലെ തുടങ്ങിയ കരച്ചിലാണ്. പാറുവിന് അവളുടെ കരച്ചിലിന് പിന്നിലെ കാരണം മനസ്സിലായില്ലെങ്കിലും ആ കുഞ്ഞു ചുണ്ടുകൾ വിതിമ്പിക്കരന്ന് കണ്ട് സഹിച്ചില്ല. കൊടുത്ത ആഹാരം പോലും നേരെ കഴിക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത്. ഓരോന്ന് കാണിച്ചും പറഞ്ഞും പാറു അവളുടെ കരച്ചിൽ ഒരുവിധം മാറ്റി. ഒപ്പം വയറൂലത്ത് അടുത്തുള്ള കുഞ്ഞു തോട്ട വെള്ളത്തിൽ പാറു പടികളിരുന്നു കൊണ്ട് കാലുകൾ വെള്ളത്തിലിട്ടതും കുഞ്ഞിപ്പെണ്ണ് അതുപോലെ അവൾക്കടുത്ത് കാലുകൾ വെള്ളത്തിലിട്ടിരുന്നു. പാറു കാലുകൾ വെള്ളത്തിലിട്ടു ചെറുതായി ഓളം ഉണ്ടാക്കിയതും അതുപോലെ തന്റെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് ചെയ്ത ശേഷം പാറു നോക്കി ചിരിക്കുമ്പോൾ പാറും അവളെ നോക്കി ചിരിച്ചിരുന്നു. ആ, രണ്ടാളും ഇവിടെ ഒരിപ്പുണ്ടായിരുന്നു. അത് പറഞ്ഞ് ജെനി കുഞ്ഞിയുടെ സൈഡിലായി വന്നിരിക്കുമ്പോൾ കുഞ്ഞു പാറുവിലേക്ക് ചേർന്നിരുന്നു. എടി വാവൂസ്, ഞാൻ നിന്നെ പിടിച്ചോണ്ട് പോകില്ല. ഞാൻ നിന്റെ ഈ പാറു അമ്മയുടെ പോലെ തന്നെ ഒരു പാവമാണ് കേട്ടോ. അത്രയും പറഞ്ഞ് അവളുടെ തലമുടി തൈകൊണ്ട് ജെനി പാറുവിനെ നോക്കി പറഞ്ഞു. വരുന്നവයි പ്രണവിനെ കണ്ടു. അവനാ നിങ്ങൾ തമ്മിലുള്ള അമ്മയും മോളും സ്നേഹബന്ധത്തെ പറ്റി പറഞ്ഞത്. പാറു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കുഞ്ഞിയെ നോക്കി. കുഞ്ഞിയാണെങ്കിൽ വെള്ളത്തിൽ കളിക്കുന്ന സന്തോഷത്തിൽ അവിടെയല്ല ആള്. ശരിക്കും ഇവൾ എന്റെ മോള് തന്നെയായിപ്പോ. അങ്ങനെ കാണാനും വിശ്വസിക്കാനുമാണ് എനിക്കിഷ്ടം, ജെനിയെ നോക്കി പറഞ്ഞു. പാറു, ഇത് നാളെ നിനക്ക് തന്നെ പ്രശ്നം ചെയ്യും. എന്തെങ്കിലും ഒരു ദിവസം ഈ കുഞ്ഞിനെ തേടി ഇതിന്റെ യഥാർത്ഥ അവകാശികൾ വരാതിരിക്കില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് എന്റെ മോക്ക് അവകാശികൾ ആരും ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലാൻ നോക്കിയത് നമ്മൾ തന്നെ കണ്ടതല്ലേ. പിന്നെ ശരിക്കും ഇവളെ സ്നേഹിക്കുന്ന അവകാശികൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ വരേണ്ടതല്ലേ. എന്നിട്ട് വന്നു.
കുഞ്ഞ് എവിടെയാണ് അറിയാത്തത് കൊണ്ടാണ് അവർ വരാൻ വൈകുന്നതെങ്കിലും. ജെനി, മതി, നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. ശരി, ഇനി ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല, പോരെ? പക്ഷെ കല്യാണം കഴിഞ്ഞ് നീ പോകുമ്പോൾ കൂടെ ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ശ്രീയേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ട് നിനക്ക്? സമ്മതിക്കും, കാരണം ശ്രീയേട്ടൻ അത്രയും നല്ലവനാ. അന്ന് തന്നെ കുഞ്ഞിനെ നമുക്കൊപ്പം കൊണ്ടുവരാൻ സമ്മതിച്ച ആളാ. അപ്പോ ഇതും സമ്മതിക്കും. നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ ആർക്കട്ടെ. പക്ഷെ ഒന്നും പറയാതിരിക്കാൻ എനിക്കാവില്ല. നീ എന്ത് കരുതിയാലും തന്നെ. പാറു ജെനിയെ നോക്കി എന്തെന്നുള്ള രീതിയിൽ പറഞ്ഞു. ശ്രീയേട്ടൻ എന്ന തീരുമാനം അത് നാളെ ഒരു സമയം തെറ്റായിരുന്നു തോന്നാൻ ഇടവരരുത്. കാരണം ഇപ്പം എവിടേക്കോ എനിക്ക് അയാളുമായി പൊരുത്തപ്പെടാനാവുന്നില്ല. അതെനിക്ക് ശ്രീയേട്ടന് ആദ്യം മുതലേ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഞാൻ പറയാറുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. നിന്റെ ഇഷ്ടം എന്തു തന്നെയായാലും ഞാനുണ്ടാവും കൂടെ. പക്ഷെ മനസ്സിൽ തോന്നിയത് പറഞ്ഞെന്ന് മാത്രം. വേദ കുഞ്ഞിനെയും കൊണ്ടുവന്ന ഷോപ്പിലെ CCTV പരിശോധിക്കുകയായിരുന്നു. കാശിയും അലനും കാർത്തിയും സച്ചിയും. എന്നാൽ അതിലെല്ലാം കുഞ്ഞിയുമായി പുറത്തു വന്ന ശേഷം അവളെ അവിടേക്കായി കാറുമായി വേദ പോകുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞെ കണ്ടെത്താനുള്ള അവസാന ശ്രമം പാഴായപ്പോഴാണ് ഓർത്തത്. അവനുള്ളിലെ സങ്കടവും ഒരേ സമയം അവനോട് തന്നെ അവളെ അമ്മയെ ഏൽപ്പിച്ചു പോകാൻ തോന്നിയ നിമിഷത്തോർത്ത് ദേഷ്യം തോന്നി. അവൻ പുറത്തു വന്ന് കാറിന്റെ ബോണ്ടിൽ ആഞ്ഞു ചവിട്ടി. നീ ഇങ്ങനെ തളരല്ലേ, നമ്മുടെ കുഞ്ഞ് അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. തീർച്ചയായും നമ്മുടെ കൺവെട്ടത്ത് തന്നെ അവിടെ തന്നെ മറിഞ്ഞിരിപ്പുണ്ട്. അലൻ അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ മറിഞ്ഞിരിപ്പുണ്ടെങ്കിൽ എവിടെ എൻ്റെ മൂട്? അത്രയും പറഞ്ഞ് അലനിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു അവിടെ ഇവർ നിന്നിരുന്ന ഷോപ്പിന് എതിർവശത്ത് തുണിക്കട മുന്നിലുള്ള ക്യാമറ. അവൻ വേഗം ക്രോസ് ചെയ്തു. വേഗത്തിൽ അവിടെ എത്തുമ്പോൾ അവന് പിന്നാലെ തന്നെ അലനും സച്ചിയും കാർത്തിയും ചേർന്നിരുന്നു. കാശ് അവിടേക്ക് ചെന്ന് കുഞ്ഞിനെ കാണാനില്ല. അതുകൊണ്ട് ഇവിടുത്തെ 2 ദിവസം മുമ്പുള്ള CCTV ഫുട്ടേജ് കാണണമെന്ന് പറഞ്ഞതും അവനെ CCTV വെച്ചിരിക്കുന്ന റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ ഓരോ ഫുട്ടേജ് ശ്രദ്ധയോടെ നോക്കുമ്പോൾ കണ്ടു കുഞ്ഞിക്ക് നേരെ പാഞ്ഞു വരുന്ന വാൻ. എന്നാൽ അതിനു മുന്നേ അവളെ പോയി രക്ഷപ്പെടുത്തുന്ന പെൺകുട്ടി. അവൾ കുഞ്ഞിയെ കൊണ്ട് തിരിയുമ്പോൾ അവളുടെ മുഖം അതിൽ ചെറുതായി തെളിഞ്ഞു. കുഞ്ഞ് അപ്പോയി മാരോട് ചേർത്ത് പിടിച്ചാണ് അവളുടെ നിൽപ്പ്. അന്ന് വന്ന ഈ കുട്ടി ഇതാരാണെന്ന് അറിയുമോ? അറിയില്ല, പക്ഷെ അവളുടെ ഡീറ്റെയിൽസ് ഇവിടുത്തെ രജിസ്റ്റർ ബുക്കിൽ കാണും. രജിസ്റ്റർ ബുക്കിൽ ഒരുപാട് പേരുണ്ടാവില്ലേ കാശി? നമ്മൾ ആരെന്ന് വെച്ച് തിരയും. അപ്പോഴേക്കും കടയുടെ ഉടമ അവിടെ വന്നു. എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? കിട്ടി, ദേ ഈ കുട്ടി ആ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുക. ബട്ട് അതാരാണെന്ന് ഇയാൾക്ക് അറിയില്ല. അയാൾ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ സഹദേവിന്റെ മോള പാർവതി. ഇപ്പോഴെനിക്ക് കാര്യം ഓർമ്മ വന്നത്, അന്ന് ആ കുഞ്ഞിനെ ആക്സിഡന്റ് പറ്റുമ്പോൾ പാറുമോളെ രക്ഷിച്ചേ. കുഞ്ഞിനെ പാറുമോളുടെ നിർബന്ധത്തിന് അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്തായാലും നിങ്ങളുടെ കുഞ്ഞിന് ഭാഗ്യമുണ്ട്. പാറുമോളുടെ കരങ്ങിലായതുകൊണ്ട് പേടിക്കേണ്ട. കാശിയുടെ മനസ്സിന് അപ്പോഴാണ് സമാധാനമായത്. ഈ പാർവതിയുടെ വീട് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ കൂടെ വരാം. കാശി അയാളെ നന്ദിയോടെ നോക്കി. അപരിചിതമായ 2 കാറുകൾ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടതും സഹദേവനും സരോജിയും നെറ്റിച്ചൊളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി. പിന്നീട് കാറിൽ നിന്നും തുണിക്കടയുടെ ഉടമയായ വിജയനും ഒപ്പം അവന് പിന്നാലെ വരുന്ന അലനെയും കാർത്തിയും സച്ചിയും അയാളത് ആരൊക്കെയോ ഇതിനൊപ്പം വരുന്നതെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് വിജയൻ അവർക്ക് അടുത്തായി വന്നു നിന്നത്. സഹദേവ, ഇത് നമ്മുടെ പാറുമോൾ ഇവിടേക്ക് കൊണ്ടുവന്ന കുഞ്ഞിന്റെ ആൾക്കാരാ. കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നവരാ ഇവർ. എന്താ കൊല്ലാനാണോ അടുത്തത് ആ കുഞ്ഞിനെ? ആ ശബ്ദം കേട്ട് മുന്നിലേക്ക് നോക്കി അലനും സച്ചിയും കാർത്തിയും കണ്ട് അവർക്ക് നേരെ ശബ്ദമുയർത്തി സംസാരിച്ചുകൊണ്ട് വരുന്ന പാറുവിനെ അന്ന് അമ്പലത്തിൽ വെച്ച് ആ കുഞ്ഞിനെ ദ്രോഹിച്ചു. പിന്നീട് കൊല്ലാൻ വേണ്ടി റോഡിലിട്ടിട്ട് പോയി. അപ്പൊ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ മുന്നിൽ കാണാത്തവർ ഇപ്പൊ എന്താണ് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്രയും സ്നേഹം വരാൻ? താൻ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. അത്രയും പറഞ്ഞ് അലൻ പാർവതിയോട് നടന്നെല്ലാം തുറന്നു പറയുമ്പോൾ എല്ലാം നടക്കത്തോടെയും സങ്കടത്തോടെയും കേട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കുഞ്ഞിക്ക് സംസാരിക്കാനാവില്ല എന്നതായിരുന്നു അവൾ വേദയുടെ ധൈര്യം. കാശിയില്ലെന്ന് കണ്ടതും അവളുടെ ആഗ്രഹം നടത്തിയെടുക്കാൻ കാണിച്ച ദുഷ്ടതയിൽ ഇത്രയും ദിവസം നീറിയത് അവൻ ഞങ്ങളുടെ കാശിയാണ്. ആ നിമിഷം കാശി ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു. അവന്റെ മുഖം കണ്ടതും പാർവിന് പാവം തോന്നി. ഇത്രയും ദിവസം ആ കുഞ്ഞിനെ കാണാതെ അവൻ അനുഭവിച്ച വേദനകൾ ആ മുഖത്ത് കാണാമായിരുന്നു. എന്റെ കുഞ്ഞിപ്പെണ്ണ്, കാശി അവൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ചോദിച്ചു. പാറുള്ളിലേക്ക് നോക്കി പ്രണവെന്ന് വിളിച്ചതും അവൻ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു. മുന്നിൽ നിൽക്കുന്ന തന്റെ അച്ഛനെ കണ്ടതും ആ കുഞ്ഞിക്കണ്ണങ്ങൾ വിടർന്നു. പ്രണവിന്റെ കരങ്ങൾ നിന്നുകൊണ്ട് അവനിലേക്ക് പോകാൻ കരങ്ങൾ ഇട്ടിടിച്ചതും കാശി പാഞ്ഞു വന്നാൽ നെഞ്ചോട് ചേർത്തു. അപ്പൊ ആ കുഞ്ഞുമുഖം നിറയെ മുത്തം നൽകി മൂടുമ്പോൾ ആ കുഞ്ഞു ചുണ്ടുകൾ തന്റെ അച്ഛന്റെ 2 കവിളും പതിഞ്ഞു. ഒപ്പം അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് കിടന്നു. കാശി പാറുവിന്റെ മുൻപിലായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, എങ്ങനെ തന്നോട് നന്ദി പറയണമെന്നറിയില്ല. താൻ എനിക്ക് തിരികെ തന്നത് എൻ്റെ ജീവന്റെ ജീവനെയാ. ചിലപ്പോൾ മോളെ രക്ഷിക്കാനുള്ള കടമ ദൈവം എന്നിലായിരിക്കും നിർവഹിച്ചു തന്നത്. അവൾ ഇടറുന്ന ശബ്ദത്തോടെ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങിവാ. അതിനെ പറഞ്ഞ് കാശി കുഞ്ഞിനെയും കൊണ്ട് മുന്നിലേക്ക് നടക്കുമ്പോൾ പാറുവിന്റെ ഹൃദയം പിടയാൻ തുടങ്ങി. തനിക്ക് പ്രിയപ്പെട്ടതെന്തോ തന്നിൽ നിന്നും അടർത്തിയെടുത്ത് കൊണ്ടുപോകുന്ന വേദന.
ഡോർ തുറന്ന് അകത്തേക്ക് കയറാൻ പോകുക കാശിയുടെ തോളിൽ നിന്ന് മുഖമുയർത്തി അവൾ പാറുവിനെ നോക്കി കരങ്ങൾ നീട്ടി. പാറു പോലും അറിയാതെ അവളുടെ കാലുകൾ അവിടേക്ക് ചലിച്ചു. അവൾ ഓടിച്ചെന്ന് കുഞ്ഞിയെടുത്ത് തുരുതുര ഉമ്മകൾ നൽകി. അച്ഛനെ കിട്ടിയപ്പോ ഈ അമ്മയെ മറന്നല്ലേ? പാറു പോലും അറിയാതെ അവൾക്കുള്ളിൽ നിന്നും പരിവവും കണ്ണുനീറായും വാക്കുകളായും പുറത്തേക്ക് വന്നു. കാശിയെപ്പോലെ തന്നെ അലനും സച്ചിയും കാർത്തിയുമെല്ലാം അവളുടെ അമ്മ എന്ന വാക്കിൽ കുരുങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ അടുത്ത നിമിഷം കുഞ്ഞിയെ കാശിനെ ഏൽപ്പിച്ചുകൊണ്ട് അവൾ ആരെയും നോക്കാതെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുമ്പോൾ കുഞ്ഞ് അവൾ പോയ വഴിയെ നോക്കി കരയാൻ തുടങ്ങി. കാശ് അവളെയും ചേർത്ത് പിടിച്ച് കാറിൽ കയറുമ്പോഴും അവൾ കാറിന്റെ സൈഡ് ഗ്ലാസുമായി പുറത്തേക്ക് നോക്കി കരങ്ങളടിച്ച് ചിണുങ്ങി. കാശിയുടെ കാർ മുന്നോട്ട് ചലിക്കുമ്പോൾ അവൾ അങ്ങോട്ടേക്ക് നോക്കി വീണ്ടും ചിണുങ്ങി. ആ നിമിഷം ആ കുഞ്ഞിയുടെ വായിൽ നിന്ന് ആദ്യമായ വാക്കുകൾ പുറത്തേക്ക് വന്നു, അമ്മ. കുഞ്ഞ് സംസാരിച്ച ഹാങ് ഓവറിലായിരുന്നു കാശി. അവൻ എന്താ പറയേണ്ടത് എന്നറിയില്ലായിരുന്നു. അലൻ വണ്ടി നിർത്തി. അത് പറഞ്ഞതും പാറുവിന്റെ വീട്ടിൽ നിന്നും ഏറെ ദൂരം പിന്നിട്ട കാർ അലൻ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടു. അലൻ, കുഞ്ഞ് സംസാരിച്ചടാ. അവന്റെ കണ്ണിലെ ആ സന്തോഷം അത് എത്രമാത്രമെന്ന് അലൻ അവന്റെ വാക്കുകളിൽ നിന്നും കണ്ണുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. കുഞ്ഞി, അച്ഛനെന്ന് വിളിക്കുവോ? ആ നിമിഷം അവന്റെ സ്വരം ഇടറി, കണ്ണുകൾ നിറഞ്ഞു. അച്ഛ, അമ്മ. അച്ഛനെന്നുള്ള അവളുടെ വാക്കുകൾ മാത്രം അവന്റെ ചെവികളിൽ അലയടിച്ചു കൊണ്ടിരുന്നു. അവൻ കുഞ്ഞിനെ ഇറകെ പുണർന്നു മുത്തം നൽകി. എന്നാൽ കുഞ്ഞിയുടെ കണ്ണുകൾ ആ സമയം പിന്നിലേക്ക് പാറുവിനെ തേടി ചെന്നിരുന്നു. കാരണം ഇപ്പോൾ പാറു അവൾക്ക് അവളുടെ അമ്മയാണ്, പെറ്റമ്മ. താൻ കണ്ടിട്ടില്ലാത്ത, കാണാൻ ആഗ്രഹിച്ച തൻ്റെ പെറ്റമ്മ. പ്രണയ വരുമ്പോൾ പാറുവിൻ്റെ റൂം പൂട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഡോർ അകത്തേക്ക് തുറക്കുമ്പോൾ റൂം ഫുൾ ഇരുട്ട് നിറഞ്ഞിരുന്നു. അവൻ സൈഡിൽ ലൈറ്റ് ഇട്ടുകൊണ്ട് റൂം ലോക്കാക്കിയ ശേഷം അവൾക്കടുത്ത് ബെഡിൽ ചെന്നിരുന്നു. അവിടെ ബെഡിൽ തന്നെ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു പാർവതി. ചേച്ചി, എന്ത് കിടപ്പായത്? സമയം എന്തായെന്ന് വല്ല വിചാരമുണ്ടോ? വന്നേ, വല്ലതും കഴിച്ചേ. അച്ഛനമ്മയും കഴിച്ചു, ഇനി ചേച്ചി ഞാനുമേ ഉള്ളൂ. എന്നാൽ പ്രണവ് അത് പറഞ്ഞിട്ടും അവൾ അതേ കിടപ്പ് തന്നെ. ചേച്ചി പിന്നെ നീ എഴുന്നേറ്റ് വരുന്നുണ്ടോ? എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൾ മെന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. കട്ടിലിൻ്റെ അറ്റം ചോരോട് ചേർന്നിരുന്നു. പ്രണവ് അപ്പോഴാണ് അവളുടെ മുഖം ശ്രദ്ധിച്ചത്. ചേച്ചി കരഞ്ഞു. അവളൊന്നും മിണ്ടാതെ ആ ഇരിപ്പ് തന്നെ. ചേച്ചി ദേ എന്നെ നോക്ക്, എന്നിട്ട് ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ചേച്ചി കരഞ്ഞു. നിനക്ക് വിശക്കുന്നല്ലേ പറഞ്ഞ്? വാ, ഞാൻ എടുത്തു തരാം. അത്രയും പറഞ്ഞ് അഴിഞ്ഞു കിടന്ന മുടി ഉയർത്തി കെട്ടിവെച്ച ശേഷം പാറു ബെഡിൽ നിന്നിറങ്ങി മുന്നിലേക്ക് നടക്കാനും അവളുടെ കയ്യിൽ പ്രണവിന്റെ പിടി വീണിരുന്നു. അവൾ അവനെ തിരിഞ്ഞു നോക്കി. ചേച്ചിയുടെ മുഖം ഒന്ന് വാടിയെ തന്നെ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് പറഞ്ഞ. ചേച്ചി എന്തിനാ കരഞ്ഞത്? ഞാൻ കരഞ്ഞൊന്നുമില്ലല്ലോ, നിനക്ക് വെറുതെ തോന്നിയത്. കള്ളം പറഞ്ഞു പോകാന്ന് കരുതണ്ട. ചേച്ചി സത്യം പറയാതെ ഞാനൊന്നും കഴിക്കില്ല. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ മോൾ ഓർത്തതല്ലേ കരഞ്ഞ ചേച്ചി? പറ്റുന്നില്ല. അവളെ പിരിഞ്ഞപ്പോൾ നെഞ്ചിലൊരു വേദന. കുറച്ച് ദിവസത്തെ അടുപ്പമേ ഉണ്ടെങ്കിലും അറിയില്ല. ശരിക്കും ഞാൻ ഈ ദിവസങ്ങളിൽ അവളുടെ അമ്മയും മാറിപ്പോയത് കൊണ്ടാവാം അവളിൽ നിന്ന് അകന്നു പോയപ്പോൾ ഒരു വേദന. ചേച്ചി ഒന്ന് മനസ്സിലാക്കണം, ആ മോള് നമ്മുടെ സ്വന്തമല്ല. അവൾക്ക് സ്വന്തമെന്നത് അവളുടെ അച്ഛനും മറ്റുള്ളവരുമാണ്. അങ്ങനെയുള്ളപ്പോൾ ആ മോളിൽ കൂടുതൽ അവകാശം അത് അവർക്ക് തന്നെയാണ്. കുറച്ച് ദിവസം നമുക്കൊപ്പം താമസിക്കാൻ വന്ന ഒരു അതിഥി അതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി. അങ്ങനെ കരുത്, അല്ലെങ്കിൽ ചേച്ചിക്ക് തന്നെയാണ് കൂടുതൽ വേദന ഉണ്ടാകുന്നത്. ഇനി കല്യാണത്തിനേറിൽ കുറച്ച് ദിവസം കൂടെയുള്ളൂ. ആ സമയത്ത് ചേച്ചിങ്ങനെ മൂഡ് ഓഫ് ആകാനായി. ആ സമയത്ത് ചേച്ചിങ്ങനെ മൂഡ് ഓഫ് ആയാൽ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെന്നില്ല. അവൾ മൗനമായി നിന്നു. തൽക്കാലം എൻ്റെ ചേച്ചി പെണ്ണ് ആവശ്യമില്ലാതെ ചിന്തിച്ച് നിറയ്ക്കാൻ നിൽക്കണ്ട. ഇന്ന് ചേച്ചിയെ ഞാൻ ഊട്ടും, ചേച്ചി എന്നെയും. ഓക്കെ? അത്രയും പറഞ്ഞു പോകുമ്പോൾ അവളുടെ മനസ്സിൽ നിറഞ്ഞത് കുഞ്ഞിപ്പെണ്ണായിരുന്നു.